അപ്പോൾ നമ്മുടെ ഗോട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം കണ്ടു, ഇറങ്ങി, ഇപ്പം തന്നെ കണ്ടിറങ്ങിയതേ ഉള്ളൂ. ഇറങ്ങി ആദ്യം തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, ഹാങ് ഓവർ പോകണ്ടെന്ന് വിചാരിച്ചു. അസേ വിജയ് ഫാൻ, ഞാൻ ഇന്നും ഇന്നലല്ല 5ാം ക്ലാസ് പോലെ ഒരു കട്ട വിജയ് ഫാനാണ്. വിജയുടെ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാം കാണുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പടം എനിക്കിഷ്ടമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടം നമുക്ക് ലാഗും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ ഡിസപ്പോയിൻമെൻ്റാണ്. ഞാൻ അത്ര ഓക്കെ അല്ല ഈ പടം കണ്ടിറങ്ങിയിട്ട്. കാരണം ഈ പൈസ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പടം എടുക്കുക, അല്ലെങ്കിൽ എടുക്കാതിരിക്കുക. ചുമ്മാ ഈ എയും കയറ്റി വാല കോല എന്നൊക്കെ ചെയ്തു വെച്ചതുപോലെയും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ ഫസ്റ്റ് നമ്മുടെ ദളപതിയുടെ എൻട്രി വരുന്നത് ഫസ്റ്റ് മറ്റേ വിജയകാന്തിൻ്റെ ഒരു ഫേസിൽ എ ചെയ്തിട്ടാണ് ആ സാധനം വരുന്നത്. അത് തന്നെ ഒരുമാതിരി വാല കോല എന്ന് ഇരുന്ന് നശിപ്പിച്ച് ആ എൻട്രി. എന്നിട്ട് അതിൽ നിന്ന് മാസ്ക് വലിച്ച് വരുന്നതായിട്ടും പിന്നെ വിജയ് ആ ഒരു ഇത് വിജയുടെ ലുക്കൊക്കെ കൊള്ളാം. പക്ഷേ അത് അച്ഛൻ വിജയുടെ ലുക്ക് മാത്രമേ കൊള്ളാവൂ. മറ്റേ വിജയും ചില പോയിന്റിലൊക്കെ കൊള്ളാം, ചില പോയിന്റിലൊക്കെ ഓക്കെ അല്ല. എന്തൊക്കെയോ എവിടെയോ ചീഞ്ഞു നാറിയതുപോലെ ഒരു അവിയൽ പരുവത്തിലാണ് എനിക്കും തോന്നിയത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ലാഗില്ല പടത്തിൽ, ഒരു തുള്ളി പോലും ലാഗില്ല. ലാഗ് എന്ന് പറയുന്ന സാധനമില്ല. നമ്മൾ ഇങ്ങനെ ഈ സാധനം ഇരിപ്പില്ല. പിന്നെ വേറെന്താ ഗ്ലാസ് ഫുൾ കൂട്ട് നേസംഭാസത്തിന്റെ ഒരു ഉണ്ട് അത്യാവശ്യം. പക്ഷെ അത് തീരെ അങ്ങ് ക്രിഞ്ച് പക്ഷെ ചില സ്ഥലത്തൊക്കെ ഉണ്ടെന്നാലും. പിന്നെ ഇതില് ട്വിസ്റ്റിന്റെ പൂരമാണ്, നിരത്തിയുണ്ട്. അങ്ങനെ പൂരമൊന്നുമില്ല, ആകെ പോടെ കഴിച്ച് നീ എന്നോ പറയണ പൂരം 3 ട്വിസ്റ്റ് ഉണ്ട്. അത് അടിപൊളി ട്വിസ്റ്റ് 3 കാണാം എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും നമ്മളൊന്ന് ഇങ്ങനെയാണോ എന്ന് നമ്മളൊന്ന് നോക്കും. 3 ട്വിസ്റ്റ് മാത്രമേ അച്ഛനും മോനും തന്നെ കേട്ടോ. അത് നമ്മൾ ട്രെയിലർ കണ്ടപ്പോഴേ, നമ്മളൊന്ന് ട്രെയിലർ കണ്ട സമയത്ത് നമ്മൾ അഭിപ്രായം പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനും മോനും തന്നെയാണ്. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ബാക്കി വരും. സിനിമ കണ്ടതിന് ശേഷം ഈ അച്ഛനും മോനും അല്ല, നിങ്ങളെ ബാക്കിയൊക്കെ നിങ്ങൾ പോയി കാണണം. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു വിജയ് ഫാനാണ്, കട്ട ദളപതി ഫാനാണ്. അതിൽ കുറച്ച് ഞാൻ ഓക്കെ അല്ല. പിന്നെ വേറെന്ത് പരിപാടി, സാധാ ഒരു സിനിമ കണ്ട പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് അത്ര വലുതായിട്ട് കണക്ട് ആയിരുന്നില്ല. ഒട്ടും ലിയോ ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. ആന ആട്ടുകുട്ടി തമ്മിൽ ലിയോ ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. ലിയോ ചിന്തിച്ച് ഈ സിനിമയ്ക്ക് ആരും പോണ്ട, അങ്ങനെ ചിന്തിച്ച് ഈ സിനിമയ്ക്ക് ആരും പോകണ്ട. പിന്നെ വെങ്കിട്ട് പ്രഭു എടുത്തതുകൊണ്ട് എനിക്ക് ആദ്യമേ അത്ര വലിയ ഹോപ്പില്ലായിരുന്നു. എങ്കിലും ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ചെറിയ ഹോപ്പ് ഉണ്ടായിരുന്നു. കാരണം വെങ്കിട്ട് പ്രഭു മാസ് എടുത്ത് കൊളാക്കിയത് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഹോപ്പില്ലായിരുന്നു. പക്ഷെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ കുഴപ്പമില്ലായിരിക്കും എന്നുള്ള രീതി തോന്നി. പിന്നെ ഇവിടെ തന്നെ വിജയുടെ ഇപ്പോൾ അച്ഛൻ വിജയ്, മകൻ വിജയ്, അവൻ്റെ ചെറുപ്പകാലവും കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആവശ്യവും ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അവൻ്റെ ചെറുപ്പകാലം കാണിക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് അഭിനയിപ്പിച്ചാൽ മതിയായിരുന്നു, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷെ അതുപോലും ചെയ്തില്ല. പകരം ഈ വിജയെ തന്നെ പിടിച്ച് ആക്കി. മറ്റേ ആദവൻ സിനിമയിൽ സൂര്യയുടെ ചെറുപ്പകാലം എടുത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതിൽ സൂര്യയെ പിടിച്ച് മറ്റേ ഒരു പെട്ടി ബാഗും തൂക്കിയിട്ട് കൊടുത്തുവിട്ട് ഒരു വലിയ തലയായിട്ട് കൊടുത്തുവിട്ട ഒരു സീനുണ്ട്, കുട്ടിക്കാലം ആദവല്ലേ. അതുപോലെ വിജയെ പിടിച്ച് ആക്കിയതുപോലെ എനിക്ക് പേഴ്സണലി തോന്നി. എടുക്കാൻ നല്ലപോലെ അറിയാന്നുള്ളവന്മാര് നല്ല നടന്മാരെ വെച്ച് എടുക്കണം അവിടെ, അല്ലെങ്കിൽ എടുക്കാൻ പോരെ ചുമ്മാ തൊലക്കാനായിട്ടാ. പിന്നെ അല്ലാണ്ട് അങ്ങനെ കൊണ്ട് തൊലച്ചോളാം. ഞാൻ മാസിൽ മറ്റേ കുറെ പ്രാതങ്ങൾ പിന്നാലെ ഓടുന്ന സീനില്ലേ, അതുപോലെ ഇതിനെ കൊണ്ട് വിജയ് ആക്കി തൊലച്ച്. മറ്റേ ഇടക്കിടക്ക് നമ്മുടെ മോൻ വിജയ് മറ്റേ അമൽ ഡേവിസിനെ പോലെ തന്നെ, മറ്റേ പ്രേമലൂലുള്ള അവനെ പോലെ ഇടക്കിടക്ക്. നീ പറയണ്ട, ഇതിപ്പോ ഈ വിജയുടെ, നീ മോൻ വിജയുടെ കാര്യം അത് അവർ കണ്ടു തന്നെ അറിയണം. പക്ഷെ ഞാൻ അല്ല, റിവ്യൂ എന്ന് പറഞ്ഞ നമ്മള് വീഡിയോ ഇടുമ്പോ നമ്മൾ പറയണം. തീരെ എല്ലാം ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ടിസ്റ്റുകളുണ്ട് കേട്ടോ. ടിസ്റ്റുകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ 3 ടിസ്റ്റ് മാത്രം അടിപൊളി ടിസ്റ്റ്. പിന്നെ ഇവരെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ട്. അതായത് അച്ഛൻ വിജയ്, നമ്മുടെ പ്രഭുദേവ, പിന്നെ മറ്റേ കണ്ടല്ലോ ജയറാം, പിന്നെ മറ്റേ അങ്ങേരുണ്ടല്ലോ ഒരു മറ്റേ തെലുങ്കട പേരും മറന്ന് അങ്ങേര്, ഇവർ 4 പേരും കൂടിയുള്ള ഫ്രണ്ട്ഷിപ്പ് ബോണ്ട്. അത് അവസാനം ചളവും കുളമാവും. തമിഴ് ആദ്യം പഴയ പ്രശാന്ത് ആദ്യം പ്രശാന്ത്, തെലുങ്കല്ല, സോറി തമിഴ്. അപ്പോൾ അവരെല്ലാവരും കൂടിയുള്ള ആ ഒരു ബോണ്ടൊക്കെ കൊള്ളാം. പിന്നെ അവസാനം പൊളിഞ്ഞ് അടുങ്ങുന്നതും കൊള്ളാം. കുറച്ച് ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ അണുകുമാർ കയറ്റി ഓവറാക്കി കളഞ്ഞതായിട്ട് എനിക്ക് 4 മണിക്ക് നീ എന്നെ കാണാൻ വിളിച്ചത്. ഞാൻ 4 മണിക്ക് വിളിച്ചു ഫസ്റ്റ് ഷോക്ക്. എങ്കിൽ നീ ഇന്ന് തള്ളാക്കി വിളിച്ച് ഞാൻ ഒതുക്കുമായിരുന്നു. 4 മണിക്ക് 7:45 വന്നിട്ട് ഞാൻ കുറെ നേരം ഇരുന്ന് നിന്നെ അവിടെ ചീത്ത വിളിച്ചു ലാസ്റ്റൊക്കെ. അതെ. പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങളിപ്പോ പടം കാണുമ്പോൾ ലാഗ് എന്ന് പറയുന്ന സാധനമില്ല. അതെനിക്കൊരു പോസിറ്റീവായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ വെങ്കട്ട് പ്രഭു വന്നിരുന്ന് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ 1
സെക്കൻഡ് പോലും ഫോൺ പോലും കയ്യിലെടുക്കത്തില്ലെന്ന്. അങ്ങനെ എടുക്കാൻ എനിക്ക് തോന്നിയില്ല, അത് സീരിയസ്ലി തോന്നിയില്ല. പക്ഷെ വെങ്കട് പ്രഭു എന്താണ് എടുത്തു വെച്ചതെന്ന് എനിക്ക് പിടിയിട്ടില്ല. അങ്ങനെയൊന്നുമില്ല, എടുക്കണ ഇഷ്ടം പോലെ അല്ല ഞാൻ എടുത്തില്ല, ഞാൻ സേവിച്ചപ്പോ ഞാനത് കണ്ണിങ് ആയിട്ട് കണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. ചില സാധനമൊക്കെ നമ്മൾ മിസ്സായി കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു ഇത് കിട്ടൂല, കണ്ടിന്യൂഷൻ പോലത്തെ ചെറിയൊരു. പിന്നെ ലാസ്റ്റ് ഇവര് സ്റ്റേഡിയത്ത് വെച്ചിട്ട് അപ്പനും മോനും കൂടി ഒരു ഫൈറ്റ് ഉണ്ട്. ഞാനിപ്പോ അത് ടിസ്റ്റൊന്നുമല്ല എടുത്ത് നിങ്ങളെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പനും മോനും തമ്മിൽ ഫൈറ്റ് ഒരു സീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഒരു കഞ്ഞി പരിപാടി പോലെയുടെ എനിക്ക് തോന്നിയത്. വെട്ടി വെച്ചിരിക്കണ ഇതിനേക്കാളും ഞാൻ എഡിറ്റ് ചെയ്യും സത്യം. വെട്ടി വെച്ചിരിക്കണോണ്ട് വിജയിയും പടം തീർന്നെന്ന് പറഞ്ഞ ആരില്ല പെട്ടെന്ന് ഇറങ്ങി പോവാൻ നിൽക്കരുത്. ലാസ്റ്റത്തെ ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കണം, അതുകൂടെ കണ്ടിട്ട് മാത്രമേ. ഇത് സംഭവം എന്തെന്ന് പറയാമോ, ഈ എഡിറ്റിംഗ് ഒക്കെ വെങ്കട് പ്രഭുവിനെ വെറുതെ ഇരുന്ന സമയത്ത് കയറി ഒന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട് സത്യം. അങ്ങനെ തന്നെ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്ത് എല്ലാം ഇറക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര ബോറായിട്ടാ. ലാസ്റ്റ് ആ സ്റ്റേഡിയത്തൊക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ട്, ധോണിയൊക്കെ കാണിക്കുന്ന സീനും കൊള്ളാം. പിന്നെ ലാസ്റ്റ് ശിവാർത്തി ചെയ്യാൻ വരുന്നുണ്ട്, അതും കൊള്ളാം. ആ ഒരു 10 സെക്കൻഡ് 1 മിനിറ്റിൻ്റെ അകത്ത് അതും കൊള്ളാം. പക്ഷേ യുവമാർ എഡിറ്റ് ചെയ്ത് ഈ സ്റ്റേഡിയത്തിൻ്റെ അകത്തുകൊണ്ട് നിർത്തിയിരിക്കും മോനെ. പിന്നെ വിജയ് ബൈക്കിൻ്റെ മേളെന്ന് പറന്നു വരും. ഇതൊക്കെ എൻ്റെ പൊന്നടാവെ ഊക്ക് വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടി, വിജയെ ഊക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു വെച്ചോലാണ് എനിക്ക് തോന്നിയത് സത്യം. ആ 5 മിനിറ്റ് ഞാൻ വിചാരിച്ചത് സത്യത്തിൽ പറയട്ടെ കളിയാ, ആ കളി നമ്മളെ ഈ നീ പറഞ്ഞ ഫൈറ്റില്ലേ കളി ഉണ്ടല്ലോ, അത് അവിടെ ഇട്ടിരുന്നെങ്കിൽ ഇതിനേക്കാൾ അടിപൊളിയായിരുന്നു. നീ അത് കണ്ടാ? എന്ത് ഫാൻസ് ഉണ്ട് കണ്ട അവിടെ. ഓടെ ധോണിയൊക്കെ ഒന്നും സത്യം. ഞാൻ തിയേറ്ററിൽ നമ്മള് ആലോചിച്ചു അത്ര നേരം, കുറച്ചു നേരം, ആ ഒരു 5 മിനിറ്റ്. നമ്മള് 2ാമത്തെ ഷോയ്ക്കാണ് പോയത്. രാവിലെ ആൾക്കാർ കണ്ടിട്ട് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ തന്നെ ഒരുമാതിരി അവിഞ്ഞ മോന്തകളായിട്ട് വരണുണ്ട്. അപ്പോഴേ ഞാൻ വിചാരിച്ചു ദൈവമേ തേഞ്ഞ്. പിന്നെ വേറെ ഒരു കൊച്ചു പയ്യ നമ്മുടെ ദൈവന്മാരെ ടിസ്റ്റോട് ആദ്യം മുതൽ അവസാനം വരെ ടിസ്റ്റ് എന്തെങ്കിലും കാണും. പക്ഷെ ഞാൻ ഇതിൽ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിജയ് ഫാനാണെന്ന് ഇവന്മാർക്കെല്ലാം അറിയാം. ഇവന്മാരെ ഊക്കുകൾ കേൾക്കാനാണ് എനിക്കിന് സമയം. അതുകൊണ്ട് അത് ഇത് കഴിഞ്ഞതിന് ശേഷം പോയിട്ട് ഇത് നീ ലാസ്റ്റ് ശ്രദ്ധിച്ച സാധാ ഒരു മിനിമം എല്ലാരും കൈയടിക്കും അത്യാവശ്യമൊക്കെ, ഇതാരും ഒന്നും ചെയ്തില്ല. ഒരു കയ്യടിയില്ല, ഒരു കൂക്കുവിളിയില്ല. നിങ്ങൾ വിചാരിക്കും 2 വിജയം, ഒരിക്കലും അല്ല. 2ആണോ 4ആണോ 5ആണോ എന്നൊന്നും എനിക്ക് പിടിയില്ലടേ. നിങ്ങളെ കണ്ട ശേഷം എല്ലാം നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല. അല്ലടാ, ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം എടുക്കാൻ അറിയാന്നുള്ളവരും എടുക്കണം കേട്ടോ, അല്ലാത്തവരും എടുക്കാൻ പോകരുത്. പ്രത്യേകിച്ച് വിജയ് പോലത്തെ ഒരു നടനെയൊക്കെ വെച്ചിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനെ കൊണ്ട് തൊലച്ച പോലായി, മാസ് കൊണ്ട് കഞ്ഞിപ്പരുവത്തിൽ സൂര്യാക്കി അതുപോലെ കൊണ്ടാക്കികളെ. ഗോട്ട് കാണാൻ പോവാം തൊലക്കരുത് ദയവ് ചെയ്ത് വെങ്കിട്ടണ്ണ. ചുമ്മാ ഇത് വേറെ പിന്നെ സ്നേഹ കൊള്ളായിരുന്നു കേട്ടോ. സ്നേഹ പക്ഷെ എനിക്ക് നല്ല ലുക്കുമായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. നല്ല ലുക്കായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ വേറെ ഒരു നടിയുണ്ട്, തൃഷയുടെ ഒരു പാട്ടുണ്ട്, ഐറ്റം ഡാൻസ് പോലത്തെ ഒരു പാട്ട്, ചെറിയ സെറ്റപ്പിൽ. ഇത്രയും പ്രായത്തിലുള്ള അടിപൊളിയാണ്. ഏജ് ഒന്നും പറയേണ്ട കാര്യമില്ല, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ മാൻ. അണ്ണൻ കണ്ടില്ലടാ ഞാന്റെ കാര്യം നീ കമ്പയർ ചെയ്യില്ല തൃശ്ശയായിട്ട്. അണ്ണന്റെ കാര്യം വേറൊരു കേസ്, അണ്ണൻ ഡാൻസ് അത് പറയാതിരിക്കാൻ മാരക സാധനം. ഡാൻസ് എന്താ കൊള്ളൂലേ? ഡാൻസ് ഫൈറ്റും എനിക്ക് ഫൈറ്റൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലിയോ ആയിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോ എനിക്ക് പറഞ്ഞില്ലേ, ഈ സിനിമ ലിയോ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ആരെങ്കിലും കാണാൻ പോവാൻ നിൽക്കുകയാണെങ്കിൽ ആരും പോണ്ട, അതത്രേ ഉള്ളൂ. അതിനേക്കാൾ OTT കണ്ടാ വീട്ടിൽ. അല്ല ഞാൻ ഫൈറ്റൊക്കെ ഈ ലാസ്റ്റ് ഫൈറ്റൊക്കെ വെറും ചളം കേട്ടാ. ലാസ്റ്റ് ഫൈറ്റ് ഈ നമ്മുടെ യന്ത്രൻ 2-ല് ലാസ്റ്റ് മറ്റേ ചിട്ടി റോബോട്ടിനെ കൊണ്ട് സ്റ്റേഡിയത്ത് വെട്ടി വെച്ചിട്ട് കുറെ കീക്കി ചിട്ടികളെയൊക്കെ പറത്തി വിടൂലേ, അത് ഇതിനേക്കാളും ഗതികേടായിരുന്നു. എങ്കിലും അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ആ ഒരു സെറ്റപ്പിൽ കൊണ്ട് ഭയങ്കര മോശം കേട്ടാ. ഇവരെ പൈസ ഇറക്കി ചെയ്യണമെങ്കിൽ ചെയ്യണം, അല്ലെങ്കിൽ മര്യാദയ്ക്കുള്ള വല്ല ഗ്രൗണ്ടില വല്ല വിളയിലാവലം വെച്ച് ആ ഫൈറ്റൊക്കെ എടുത്താൽ മതിയായിരുന്നു. ചുമ്മാ അങ്ങ് സ്റ്റേഡിയത്തിന്റെ ലൈറ്റിന്റെ മുകളില് എന്തുവാടെ ബൈക്ക് ഓടിച്ചിട്ട് വിജയെ കൊണ്ട് മറ്റേ സ്റ്റെപ്പ് വഴി ബൈക്ക് ഓടിപ്പിച്ചിട്ട് കൊണ്ടുകയറ്റുന്ന സീനൊക്കെ ഇതില് ഒരു സീനുണ്ട്, തോലയ്ക്കാൻ വേണ്ടിയല്ലേ കൊണ്ടെടുത്ത മെട്രോയിലുള്ള ഒരു സീന്. അത് നമുക്ക് കാണുമ്പോഴേ നമ്മൾ പ്രതീക്ഷിക്കൂല. മെട്രോയിൽ വെച്ചിട്ട് ജയറാമൻ നിൽക്കും, ജയറാമിനെ എല്ലാം കൂടെ പറഞ്ഞു മെട്രോയിലുള്ള സീനല്ല, കണ്ടാൽ തന്നെ ആ ഒരു ഫീല് കിട്ടും. അപ്പോഴ് വിജയുടെ ഒരു എൻട്രി ഉണ്ട്, അത് മാരക സാധനം. ആ ഒരു സാധനം കൊള്ളാം. ആ ക്യാമറ നല്ല അടിപൊളി വർക്ക്, അത് എടുത്തിട്ടുള്ള ജയറാമിനെ രക്ഷിക്കാൻ പോകുന്നതായിട്ട് വിജയ്. ആ ഒരു സാധനം ഭയങ്കര ഒരു വേറെ ലെവല്. ഞാൻ പറഞ്ഞില്ലേ, അണ്ണന്റെ ലുക്ക് ബേസിൽ നോക്കുമ്പോൾ അച്ഛൻ വിജയുടെ ലുക്ക് കൊള്ളാം, ഗാന്ധി അങ്ങനെ ലുക്ക് കൊള്ളാം. പക്ഷേ മറ്റതൊക്കെ ഇവന്മാര് കൊണ്ടുപോയി ഒരുമ ഏയും കയറ്റി എന്തൊക്കെയോ കയറ്റി എവിടേക്കോ ചീഞ്ഞ പരുവത്തിൽ വാക്കി.
ആ മെട്രോയിലെ ഹെൽമെറ്റ് വെച്ചോണ്ടിരിക്കുന്നത് ഫുള്ളായിരുന്നെങ്കിൽ സെറ്റ് ആയിരുന്നല്ലേ ആദ്യം തൊട്ട് അത് അവസാനം നീ വരെ. അങ്ങ് ഊക്കാതെ കേട്ടോ. നമ്മ അണ്ണനിട്ട് അങ്ങനെ നീ താങ്ങാതെ. അത് ഇല്ല ഇത് കണ്ടവരൊക്കെ അഭിപ്രായം പറയട്ടെ ബാക്കി. എടേ ഞാൻ പറഞ്ഞില്ലേ സിനിമ എന്റർടൈൻമെന്റ് ആണ്, നമുക്ക് കണ്ടിരുന്ന് ചിരിച്ചൊക്കെ ഇരിക്കാം. പക്ഷെ ഇവിടെ Just ഒരു ഇത് എടുക്കുന്ന രീതിയുടെ വിഷയമാണ്, മനസ്സിലായോ? പിന്നെ ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് ഐസിലൊക്കെ ഇട്ട് വെച്ചിരിക്കൂടെ വിജയെ, എനിക്കത് പിടിച്ചില്ല. അത് കുഴപ്പമില്ല, ഞാൻ പറയും എനിക്കത് പിടിച്ചില്ല. ഒന്നും അല്ലടേ. ഐസല്ല മറ്റേ വെള്ളത്തിൽ വെള്ളമൊന്നും അല്ല അത്. അത് തന്നെ എനിക്ക് മനസ്സിലായി. നിങ്ങൾ കാണുമെങ്കിലും എനിക്കത് പിടിച്ചില്ല, ഭയങ്കര വിഷമമായി. അത് ലാസ്റ്റ് നിങ്ങൾ തീർന്നെന്ന് വിചാരിക്കേണ്ട, തീർന്നെന്ന് വിചാരിച്ച് എനിക്ക് പോകരുത്. അതാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷമാണ് മിനിറ്റോടെ നിങ്ങൾ കാണണം. സഞ്ജയും പിന്നെ മറ്റേ വിജയ് വരുന്നേ കുറെ ഉണ്ടല്ലോ. എനിക്ക് വയ്യ, ഒരു സങ്കടമായി പോയിട്ടെ. വെങ്കട് പ്രഭുവാണ് നിങ്ങൾ മേലെ അല്ലെങ്കിൽ അണ്ണനെ വെച്ച് പടം എടുക്കല്. അതേ വിജയ് വരുമ്പോ ഇന്നും ഇന്നലെ ഒന്നല്ല, 5ാം ക്ലാസ് പോലുള്ള ഭയങ്കര കട്ട ഫാനാണ്. തൊലച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്ത് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ ഒരുപാട് പ്രതീക്ഷയോടാണ് രാവിലെ എണീറ്റ് വന്നത് സിനിമ കാണാൻ. 4 മണിക്ക് വരാത്ത നിങ്ങൾ ഇന്റർവ്യൂലൊക്കെ തള്ളാനുണ്ടപ്പോ ഭയങ്കരമായിട്ട് തോന്നി. ഇതിപ്പോ എന്തുവാ ഒരുമാതിരി വിജയെ കൊണ്ട് തൊലച്ച പോലെയായി. കയറി കയറ്റാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ട്രോളാൻ വേണ്ടി നിങ്ങൾ വിജയ് പടം എടുത്തതാ. പക്ഷേ വേറെ എന്തോന്നുണ്ട് എടുത്തു പറയാനായിട്ട്? വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടൊന്നും. പിന്നെ ബാങ്കോക്കിലൊക്കെ വെച്ച്, ബാങ്കോക്ക് തന്നെ അല്ലേ, അല്ല തായ്ലൻഡ്, രണ്ടൊന്നും. അവിടെ വെച്ചിട്ടുള്ള ഫൈറ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ കൊള്ളാം കണ്ടോണ്ടിരിക്കുക. ഫൈറ്റ് ഒക്കെ ഭയങ്കര സെറ്റ് ഒന്നല്ല, കൊള്ളാം. തീരെ മോശമല്ല, എന്നാ ഭയങ്കര അടിപൊളിയല്ല. ഞാൻ പറഞ്ഞില്ലേ ലിയോ ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ലിയോ ആയിട്ട് വേണ്ട, അത് ലിയോ ഇതിലുമായിട്ട് സംസാരിക്കണ്ട, ഇതിനെ വെച്ച് സംസാരിക്കും. ഇനി ദയവ് ചെയ്ത് വിജയ് വെച്ച് പടം എടുക്കാൻ അറിഞ്ഞൂടാത്ത ഒരു പടം എടുക്കാൻ പോകരുത്. ചുമ്മാ കൊണ്ട് ആ സ്റ്റേഡിയത്തിന്റെ അടിയാക്ക എന്തുവാടെ എടുത്ത് വെച്ചിരിക്കുന്നത്, സത്യം പറയാലോ. അയ്യേ തൊലയ്ക്കാൻ വേണ്ടിട്ട് കൊണ്ട് എടുത്ത് വെച്ചത്. ഇവിടെ ഭയങ്കര മോശമായി. ഞാൻ ഇവന്റെ അടുത്ത് ഇരുന്ന് പറയാൻ ചെയ്തു, എന്തേടെ വെട്ടി വെച്ചിരിക്കണം. അത് ബൈക്കൊക്കെ പറക്കണം, അതും ഇവരെല്ലാവരും കളിക്കുന്ന ഗ്രൗണ്ടിന്റെ മേളത്തെ ലൈറ്റിന്റെ ഷീറ്റിന്റെ മുകളിൽ. വാടേ ഇത് ആൾക്കാരൊരുമാതിരി ഇതാക്കണത്. വെങ്കട് പ്രഭു അണ്ണന് എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിൽ എന്നെ വിളിക്കാത്തത്. ഞാൻ ഇരുന്ന് ഇതുപോലെങ്കിലും എഡിറ്റ് ചെയ്ത് തരില്ല, ലൈറ്റൊക്കെ ഇട്ട്. എന്തുവായത്, ഭയങ്കര പോറായിപ്പോ അതൊക്കെ. ആ ഫൈറ്റൊക്കെ കൊണ്ട് തൊലച്ചു കളഞ്ഞു. ലാസ്റ്റ് ഫൈറ്റ് എന്ന് പറയുമ്പോൾ വിജയും തമ്മിലുള്ള അടിയാണ്. ഞാൻ പറയില്ല, നിങ്ങൾ ബാക്കി കണ്ടോ, അച്ഛനും മോനൊക്കെ തന്നെ എന്നാലും അടി വയ്ക്കും. അച്ഛനും മോനൊക്കെ ഇടയ്ക്ക് വീടുകളിലൊക്കെ വഴക്കാവുണ്ട്. അതുപോലെ നിങ്ങൾ ചിന്തിച്ചാൽ മതി, കണ്ടാ മതി. പക്ഷെ അടി ഭയങ്കര ബോറ് കേട്ടോ, ഭയങ്കര ബോറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും ആ ഫൈറ്റ് കൊള്ളത്തില്ല. ഇങ്ങനെ ഇഴച്ച് പിടിച്ച് അടിച്ച് നൂത്ത് പിടിച്ച് വലിച്ച് എന്തുവാ കാണിച്ചത് വിജയെ കൊണ്ട് തൊലച്ച് കളഞ്ഞ്. 7:45 തൊട്ട് 11 മണി വരെ 3 മണിക്കൂർ സിനിമ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല എന്റർടൈൻമെന്റ്. ലാസ്റ്റ് ക്ലീൻ ഷാവിന്റെ ലുക്കും കൊണ്ട് വെച്ച് 2 ഐസില് വെള്ളത്തില് പോ അണ്ണനെ തൊലയ്ക്കാൻ വേണ്ടി. ഇവന്റെ ഒക്കെ പ്രാക്കാണ് അണ്ണന്റെ വടം തൊലയണത്. ഇങ്ങനെ ഒരു പ്രാക്കുമില്ല. ഞാൻ ഇവിടെ വിജയ് ഫാൻ ആരുടെ, ഞാൻ ഒരു ഫാനും അല്ല. പക്ഷെ ഞാൻ എല്ലാ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ഞാൻ പോയി കണ്ടി. നീ കാണണമെന്ന് വിചാരിച്ചു തന്നെ. ഞാൻ ഭയങ്കര പ്രതീക്ഷയാണ് കേട്ടോ, ഭയങ്കര പ്രതീക്ഷയിലാണ് വന്നത്. കാരണം വിജയ് പടമല്ലേ, ആ ഒരു ഇത് ഭയങ്കര പ്രതീക്ഷയിൽ വന്ന് എനിക്കെന്തോ അങ്ങ് ഒരുമാതിരി കൊണ്ടാക്കിയത് പോലെ ആയിപ്പോയി. ഞാൻ വിചാരിച്ചു ഒരു പ്രാവശ്യം കൂടെ കാണാനുള്ള സെറ്റപ്പ് ആയിരിക്കും, മതി ഒരു തവണ തന്നെ വേറെ ഒലച്ച് കളഞ്ഞ് എടുക്കാറുന്ന പടം എടുക്കരുത് ദയവ് ചെയ്ത് വിജയ് എന്നും വെച്ചിട്ട്. ഒരുമാതിരി കയറ്റി ഇനി അതില് കണ്ടാ മതി. നമ്മ അണ്ണ ലോകേഷ് എടുത്ത് ലോകേഷ് അട്ലിയൊക്കെ വെച്ച് പടം എടുത്താൽ മതി, വേറെ ആരും വേണ്ട. പിന്നെ അല്ലാണ്ട് ഇത് ഒരുമാതിരി കൊണ്ട് വിജയ് ഊക്കാൻ വേണ്ടിട്ട് പടം ഇറക്കിയ പോലെ എനിക്ക് തോന്നി. സത്യം ഇത്രയും കാത്തിരുന്നിട്ടുള്ള ഒരു ഇത്, ആ ഒരു ഇതില്ല, ഇത്രയും ഉള്ള ഒരു കാത്തിരിപ്പിനുള്ള ഒരു സാധനം ഈ സിനിമയിലില്ല. പിന്നെ നമ്മ അണ്ണായി ദളപതി എന്ത് വന്നാലും നമ്മൾ കട്ടാക്കി അല്ലാടേ. ഞാൻ ഇല്ല, നീ കട്ടക്ക് അങ്ങോട്ട് കട്ടക്കാക്കിയാ മതി, കുഴപ്പമില്ല. കയറി വരും. അടുത്ത പടത്തിൽ പാക്കല ഒന്ന് എല്ലാ പടം വിജയിച്ച് കഴിഞ്ഞമാരെ പോലെ ഉള്ളമാര് കണ്ണോട് നമുക്ക് ഒരു പടം ഇടക്കിടക്ക് ഫ്ലോപ്പ് നല്ലതാണ്. ഒരു കുഴപ്പമില്ല.